വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കനേഡിയൻ തോന്നിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നാട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ കാനഡയിലാണുള്ളത്. കാനഡയിൽ വന്നിട്ട് 1 വർഷം 4 മാസത്തിന് ശേഷം നമ്മൾ ഫൈനലി നാട്ടിലേക്ക് പോവാണ്. വീട്ടിൽ അറിയിച്ചിട്ടില്ല നമ്മൾ ചെല്ലുന്ന കാര്യം. അപ്പോൾ അത് ഫുള്ള് സർപ്രൈസ് കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം പോകുന്ന വഴിക്ക് പറയാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടൊറൻഡോ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആട്ടോ. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. നമ്മൾ ഒരു 10-12 മിനിറ്റും കണ്ട് എത്തും. ഓൾമോസ്റ്റ് ഏകദേശം എത്താറായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. 3 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കണം. ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ എത്തിയിട്ട് പറയാം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയി. അതുകൊണ്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ ഉള്ളിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഉള്ളിൽ ചെന്നിട്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബാഗേജ് ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പെട്ടിയുടെ വെയിറ്റ് എല്ലാം നോക്കിയിട്ട് എല്ലാം ക്ലിയർ ആണോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞു. വെയിറ്റ് എല്ലാം ഓക്കെയാണ്. നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ 2 ബോർഡിംഗ് പാസ്സാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊറൻഡോ ടു ഡൽഹി, പിന്നെ ഡൽഹി ടു കൊച്ചിയാണ്. അങ്ങനെ 2 ഫ്ലൈറ്റാണ്. നമ്മൾ എയർ ഇന്ത്യയുടെ എയർലൈൻസ് ആണ് എടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 11:55 ആണ്. ഗേറ്റ് E71 ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. ഇനി അധികം വയ്യാതെ 12:55 നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത്. ഫ്ലൈറ്റിൻ്റെ ടൈം 12:55 ആണ്. ഡിലേ ഒന്നുമില്ല. 12:55 തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ഇന്ന് ആക്ച്വലി 20-ാം തീയതിയാണ് നമ്മൾ പുറപ്പെടുന്നത്. നമ്മളവിടെ എത്തുന്നത് ഇവിടുന്ന് ഡൽഹിയിലേക്ക്, പിന്നെ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക്, അങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ 20 മാർച്ച് 12:55 പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡൽഹിയിലെത്തുന്നത് നാളെ ഉച്ചയ്ക്ക് 12:15. പിന്നെ അതുപോലെ തന്നെ അവിടെ ഡൽഹിയിൽ 4 മണിക്കൂർ ലേ ഓവറൊക്കെ ഉണ്ട്. എന്നിട്ടാണ് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ സമയം 12:35. 10-20 മിനിറ്റിനുള്ളിൽ തന്നെ പുറപ്പെടും. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് പുറത്തെ വിൻഡോയിലൂടെയുള്ള കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഡൽഹിയിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫൈനലി സേഫായിട്ട് ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി പതുക്കെ ബാഗേജിൻ്റെ ഏരിയയിട്ട് പോയിട്ട് നമ്മുടെ ബാഗ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ തന്നെ ബാഗ് എടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബാഗ് കണ്ടുപിടിക്കാം. ഡൽഹി എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഉള്ളിലെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടോ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു ഇമിഗ്രേഷൻ്റെ ക്ലിയറൻസ് ഉണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഇവിടെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഒരു ക്യൂ ഉണ്ട്. അപ്പോൾ ഇമിഗ്രേഷൻ ഇവിടെ നിന്ന് ക്ലിയർ ആയി കഴിഞ്ഞാലാണ് നമുക്ക് പുറത്തെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ക്ലിയർ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാഗേജൊക്കെ എവിടെയാണ് ഈ സ്ക്രീനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ 188 ആണ്. അപ്പോൾ ബെൽറ്റ് നമ്പർ എഴുതിയിരിക്കുന്നത് 13 ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും 13 ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 11, 12, 13. അപ്പോൾ അതാണ് 13. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മുടെ ബാഗ്. നമുക്ക് എന്തായാലും നോക്കാം.
ഇവിടെ ആളുകളെല്ലാം ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ നമ്മുടെ പെട്ടി കണ്ടുപിടിക്കുന്ന ഒരു പിടിയില്ല. നമ്മളിതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് കറങ്ങി അവസാനം നമ്മുടെ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടി കിട്ടി. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലഗേജ് കൊണ്ടുപോയിട്ട് വീണ്ടും സെക്യൂരിറ്റി ചെക്ക് ചെയ്യണം അടുത്ത ഫ്ലൈറ്റിലേക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. 3 hours later. അപ്പോൾ ഇപ്പോൾ ഫൈനലി നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ 4 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് 4:45 ഇപ്പോൾ ടൈം ഏകദേശം 3:10 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിയിൽ കഴിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മഗ്ഡി കണ്ടിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ചെറിയൊരു കോംബോ പാക്ക് മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് ഒരു ചിക്കൻ ബർഗർ, പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതുപോലെ ഒരു കോക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ വരുന്ന കാര്യം വീട്ടുകാർക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഫുഡ് കഴിക്കാനായിട്ട് ആക്ച്വലി ലോഞ്ചിൽ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ലോഞ്ചിൻ്റെ അവിടെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അവിടെയും കുറച്ച് സമയം കളഞ്ഞു. അത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചിൽ ക്യൂ എല്ലാം നിന്ന് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്കായില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന കാർഡിൽ ലോഞ്ച് ആക്സസ് ഇല്ല. എൻ്റെ പഴയ കാർഡിന് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ക്യൂവിൽ നിന്നതെല്ലാം വേസ്റ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മഗ്ഡി കണ്ടുകൊണ്ട് പെട്ടെന്ന് കയറിയിട്ട് ലൈറ്റായിട്ടൊന്ന് മേടിച്ച് കഴിച്ചതാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഞാൻ ഇനി പറയാം. നമ്മൾ ഇവിടുന്ന് 4:45 ഫ്ലൈറ്റ്. ഇവിടുന്ന് 4:45 ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ കൊച്ചിയിൽ 8:10 ആകുമ്പോഴാണ് എത്തുന്നത്. അപ്പോൾ 8:10 എത്തിയിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമായിരിക്കും. എൻ്റെ കൂട്ടുകാരനാണ് പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അറിയാൻ പാടില്ല ഞാൻ നാട്ടിൽ വന്ന കാര്യം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി സർപ്രൈസ് ആണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ല. കാരണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്കും പാതിരാത്രിയാവും. അപ്പോൾ പാതിരാത്രി ആകുമ്പോൾ വീട്ടിൽ എല്ലാവരും കിടക്കുന്നൊക്കെ ടൈം ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് പോകുന്നതിൽ നല്ലത് ഇന്ന് ഞാനവിടെ ഓയോ വഴി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ കൊച്ചിയിൽ തന്നെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുവാണ്. എന്നിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നാളെ രാവിലെ തന്നെ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. അതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പൊളിയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ നാട്ടിൽ വന്നിറങ്ങിയതിൻ്റെ നന്നായിട്ട് അറിയാനുണ്ട് കേട്ടോ. അവിടെ കാനഡയിൽ ഇപ്പോൾ വിൻ്ററല്ലേ, അപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പത്തുനിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നല്ല പോച്ചിലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇട്ടുകൊണ്ട് വന്ന ഈ കട്ടിയുള്ള ജാക്കറ്റാണ് ഇട്ടേണേ. അപ്പോൾ അവിടെ ബാഗിൽ സ്ഥലമൊന്നുമില്ല. അപ്പോൾ വെറുതെ കയ്യിൽ അല്ലെങ്കിൽ തോളയിൽ തൂക്കി പിടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് ഇട്ടേക്കണതാണ്. എന്നാലും ഡിഫറൻസ് നന്നായിട്ട് അറിയാനുണ്ട്. നല്ല പുകച്ചിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് നേരെ ഗേറ്റിലേക്ക് പോവാം. ഈ ഇന്ദിരാഗാന്ധി എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ എയർപോർട്ടാണ് കേട്ടോ. 2 ഫ്ലോർ, ടോപ്പ് ഫ്ലോർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഏതാണ് ലോഞ്ചിലേക്കുള്ള ക്യൂ ആണ് നിൽക്കുന്നത്. പിന്നെ ഈ മഗ്ഡി അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം അപ്സ്റ്റേഴ്സിലാണ് വരുന്നത്. പിന്നെ താഴത്ത് ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഞ്ചിൽ ആക്സസ് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ മഗ്ഡിയിൽ കയറിയത്. അപ്പോൾ നമുക്കിനി പതുക്കെ ഗേറ്റിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി അകത്ത് കയറി. നമ്മൾ സീറ്റിലിരുന്നു. മറ്റേ ഫ്ലൈറ്റിൽ ഞാൻ കുറച്ച് ബാക്കിൽ സീറ്റായിരുന്നു എടുത്തത്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഫ്രണ്ടിലാണ് എടുത്തത്. ഇത് മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഫ്ലൈറ്റ് ആട്ടോ. ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലൈറ്റാണ്. പിന്നെ ചൂടിൻ്റെ കാര്യം ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഭയങ്കര പുകച്ചിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:10 കഴിഞ്ഞു. നമ്മുടെ ഫ്ലൈറ്റ് ആക്ച്വലി 4:45 പക്ഷേ ഇപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഡൽഹി ടു കൊച്ചി. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം വഴിയെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെത്തി. അപ്പോൾ ഇപ്പോൾ തന്നെ നിർത്തുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, എന്നിട്ട് കാണാം. Much later. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. നമുക്ക് ഇനി നമ്മുടെ പെട്ടി തപ്പിയെടുക്കാം. നമ്മുടെ പെട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഇന്ന് നൈറ്റ് അവിടെ റൂമിൽ പോയി സ്റ്റേ ചെയ്യുകയാണ്. എന്നിട്ട് നാളെയാണ് വീട്ടിലേക്ക് പോകുള്ളൂ. കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഫ്ലൈറ്റ് എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ എത്തി. എയർപോർട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം പിന്നെ പറയാം. അപ്പോൾ നമുക്കിനി നമ്മുടെ റൂമിലേക്ക് പോകാം. കുറേ കാലം കഴിഞ്ഞ് നാട് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ്. എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ ഇവിടെ അടുത്തൊരു തട്ടുകടയിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പതുക്കെ റൂമിലേക്ക് പോവാം. ഇതൊക്കെ നമ്മുടെ നാട്ടിലിരുന്ന് കഴിക്കുന്ന പോലത്തെ ഒരു സുഖം വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഓയോ വഴി റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളപ്പോൾ അവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടി എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ട് റൂം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. വിചാരിച്ചതിനേക്കാളും എന്തായാലും ബെറ്ററാണ്. അപ്പോൾ ഇതിന് ഓയോ വഴി ബുക്ക് ചെയ്തപ്പോൾ പ്രൈസ് വന്നിരിക്കുന്നത് 1000 രൂപയാണ്. കുഴപ്പമില്ല, 1000 രൂപയ്ക്കുള്ളതുണ്ട്. വൈഫൈ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ AC വരുന്നുണ്ട്, ഒരു കബോർഡ് വരുന്നുണ്ട്, പിന്നെ TV ഉണ്ട്. 1000 രൂപയ്ക്ക് കുഴപ്പമില്ല, നല്ലൊരു ഡീലാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വാഷ്റൂമും കുഴപ്പമൊന്നുമില്ല, അടിപൊളി. ഓവറോള് അടിപൊളി റൂം തന്നെയാണ്. ഇനിയിപ്പോ ഉറങ്ങാനായിട്ട് സമയമൊന്നുമില്ല. ഇപ്പോഴാണ് റൂമിൽ വന്ന് കയറുന്നത്. 6:30 ആയി. 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യുന്ന രീതിയിലാണ് റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ സർപ്രൈസ് കൊടുക്കാം. 3,000 years later. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇപ്പോൾ റൂം ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് പുറപ്പെട്ട് മാർച്ച് 20-നാണ്, തിങ്കളാഴ്ച പുറപ്പെട്ട് ഇന്നലെ ഇവിടെ എത്തി. നമ്മൾ രാത്രിയിൽ സ്റ്റേ അടിച്ച് വെളുപ്പിന് വീട്ടിലേക്ക് ചെല്ലുവാണ്. ഇന്നലെ രാത്രിയിൽ വേണമെങ്കിൽ വീട്ടിലേക്ക് ചെല്ലായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്ന ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ വെറുതെ ശല്യപ്പെടുത്തണ്ടെന്ന് ഓർത്ത് നമ്മുടെ പ്ലാന് ഇന്നത്തേക്ക് അങ്ങനെ മാറ്റിയതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ റൂം എടുത്തത്. അപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങളെല്ലാം പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ലഗേജും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തില്ല, അതിനകത്ത് തന്നെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിവിടെ ജസ്റ്റ് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ മീൽസാണ് വാങ്ങിച്ചത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം ഉടുപ്പി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെന്നാൽ അധികം പൈസയില്ല. ഇപ്പോൾ നട്ടുച്ച സമയമാണ്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകഞ്ഞ് ഈ ചുട്ട് പഴുപ്പിച്ചെടുക്കണ അവസ്ഥയിലുള്ള വെയിലാണ്. 1 മാസത്തേക്കാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ. 1 മാസം എങ്ങനെ തയ്ക്കുമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല ഈ കാലാവസ്ഥയിൽ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഏകദേശം ഒരു 24 കിലോമീറ്റർ ഉണ്ട്. 38 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. അത്രയും ദൂരമുണ്ട്. ഏകദേശം ഒരു 2:30 ആകുമ്പോൾ എത്തും. ഇപ്പോൾ സമയം 2 മണിയായി. 3 മണിയാവാറുമ്പോഴത്തേക്ക് എത്തും. നമ്മൾ ശരിക്കും 20-ാം തീയതി പുറപ്പെട്ടതല്ലേ. 20-ാം തീയതി പുറപ്പെട്ടതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വിളിക്കാനൊന്നും പറ്റിയില്ല. വീട്ടിലേക്ക് സാധാരണ എല്ലാ ദിവസവും തന്നെ വിളിക്കാറുള്ളതാണ്. ഇപ്പോൾ വീട്ടിലേക്ക് വിളിച്ചൊന്നുമില്ല. ഇപ്പോൾ 20-ാം തീയതി പുറപ്പെട്ട് ഇന്നിപ്പോൾ 23-ാം തീയതി ആയല്ലോ. 2 ദിവസമായിട്ട് മെസ്സേജും കോളും ഒന്നും ചെല്ലാത്തതുകൊണ്ട് മമ്മി വാട്സാപ്പിൽ ഓഡിയോ മെസ്സേജ് ഇട്ട് വെച്ചേക്കുവാണ്. ഹലോ മോനെ, എന്നെ വിളിക്കാൻ 2 ദിവസമായല്ലോ. 2 ദിവസമായാലും വിളിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓഡിയോ മെസ്സേജ് ഇട്ട് വെച്ചേക്കുക. അപ്പോൾ എന്താണ് എവിടെയാണെന്ന് ഒരു പിടിയില്ലാതിരിക്കുകയാണ്. തിരക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുള്ളതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് എന്തെങ്കിലും മെസ്സേജ് എങ്കിലും ഇടാറുള്ളതാണ്. ഇപ്പോൾ തിരക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാനിപ്പോൾ എന്തായാലും റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് എത്താനായിട്ട് എന്തായാലും കുറച്ച് ദൂരം കൂടെ ഉണ്ട്. എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഞാൻ ക്യാമറ യൂസ് ചെയ്യുന്നില്ല. ക്യാമറയ്ക്കകത്ത് മൈക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫോൺ വെച്ചായിരിക്കും വീട്ടിലെത്തുമ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ലണ കാര്യം ആക്ച്വലി എൻ്റെ ചേട്ടായിക്ക് മാത്രമാണ് അറിയുള്ളൂ. വേറെ വീട്ടിൽ പപ്പയ്ക്കും മമ്മിക്കും ഒന്നും അറിയില്ല. അപ്പോൾ ചേട്ടായി ആയിട്ടാണ് പ്ലാനിങ് എല്ലാം നടന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചേട്ടായി ജസ്റ്റ് വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ചേട്ടായി പറഞ്ഞു വെച്ചേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടായിയുടെ 2 ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും പ്രതീക്ഷിച്ച് വീട്ടുകാരിയ്ക്കുകയാണ്. പപ്പയും മമ്മിയും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചേട്ടായിയുടെ 2 ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വരാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം എത്താറായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീട്ടിൽ പറഞ്ഞു വെച്ചാണ്. വേറെ ഒരു ഐഡിയ ഇല്ല. ഞാൻ 2 ദിവസമായിട്ട് വീട്ടിൽ കോൺടാക്റ്റും ഇല്ല, മെസ്സേജും ഇല്ല. ചേട്ടായിനോട് മാത്രമാണ് മെസ്സേജും സംസാരമൊക്കെ ഉള്ളൂ, കോളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ 1.5 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി നമുക്ക് വീട്ടിലെത്തണ സീന് കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ താഴത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അവരെ ആരും ഇവിടെ കാണുന്നില്ല, എവിടെയാണെന്ന് അറിയാൻ പാടില്ല. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആരും കാണുന്നില്ലല്ലോ, വീട്ടിലെല്ലാവരും തന്നെ ഉണ്ട്. വീടും കുടുംബവും എല്ലാം വിട്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ നമ്മൾ ഓർത്തില്ലെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ഓർക്കുന്നത്
ഇനി എന്നാണ് നമ്മൾ മടങ്ങി വരുന്നത് എന്നാണ്. അപ്പോൾ തിരക്കുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ അതല്ലേ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു നിമിഷമാണ്. காற்று போல வந்து கண்கள் மெல்ல திறந்தே காற்றே என்னை கிள்ளாதிரு பூவை என்னை தள்ளாதிரு காற்றே என்னை கிள்ளாதிரு பூவை என்னை தள்ளாதிரு உறவே உறவே உயிரின் உயிரே புது வாழ்க்கை தந்த வள்ளலே. അപ്പോൾ ഇനി നിങ്ങൾ പോയി അതിൻ്റെ ഒറിജിനൽ വീഡിയോ കണ്ടിട്ട് വാ. ഇതെന്റെ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണ്. From where you are coming? സോറി, From where you are coming? ടൊറന്റോ. What you are doing? വീഡിയോ. Recording? മൈ ബാഗ് ഓൺലി, നോട്ട് ഔട്ട്സൈഡ് പ്ലേസ്. മൈ ബാഗ്. Why buy your bag? Your bag is... അമ്മാതിരി അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ആട്ടോ ഒരു மலர்கள் பேசுமா